ഈ വർഷം നമുക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 2-3 വീതമാണ് പഴുക്കുന്നത്. അതിലെ പഴുത്ത ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് ഇന്ന് ഒരു ജാം ഉണ്ടാക്കാൻ പോവുകയാണ്. ജാം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ചെടുക്കണം. ചൂല് കളഞ്ഞതിന് ശേഷം പീസാണ്. ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ ഒരു 750 ഗ്രാം കാണും. ഡ്രാഗൺ ഫ്രൂട്ട് നല്ല വലിപ്പം വെക്കാൻ നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യണമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നേരത്തെ ഹാൻഡ് പോളിനേഷൻ ചെയ്യണ്ടെന്ന് പലരും പറഞ്ഞു, പക്ഷേ ചെയ്താൽ നല്ല വലിപ്പം ഉണ്ടാകും. ആ ഒരു അറിവ് എന്തായാലും നമുക്കിപ്പോൾ കിട്ടി. വലിയ ഒരു 750 ഗ്രാം ഉണ്ട് ഈ ഒരു ജാം ഉണ്ടാക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട്. പീസാക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിക്കണം. വെള്ളം ഒഴിക്കാതെ അരിഞ്ഞെടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കണം. പാത്രം ചൂടായി അതിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കുഴച്ച് ഒഴിക്കണം. തീ കുറച്ചിടണം. തീ കുറച്ചിട്ട് കുറച്ച് ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 4 സ്പൂണ് ചെറിയ 4 സ്പൂണ് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ടതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ചെറുനാരങ്ങയുടെ കുറച്ച് ജ്യൂസ് നീര് ഒരു 5-6 തുള്ളി മതി ഒഴിക്കണം. ആദ്യം നമ്മൾ ഒഴിച്ചപ്പോഴേ നല്ല ചുവപ്പ് കളറായിരുന്നല്ലോ ഇതിൻ്റെ ജ്യൂസ്. അപ്പോൾ നല്ല അത് പാകമായി വന്നപ്പോൾ ഒരു നല്ല കടുത്ത കളർ കണ്ട നല്ല കടുത്ത കളറായി. ഇതിന് ഒരു 10 മിനിറ്റ് ആറാൻ വയ്ക്കണം. ഡ്രാഗൺ ഫ്രൂട്ട് 10 മിനിറ്റ് ആറാൻ വെച്ചതിന് ശേഷം അത് ഒരു ഉണങ്ങിയ നല്ല പാത്രത്തിലോട്ട് പകർന്നു വയ്ക്കാം. ജാം ആറിയതിന് ശേഷം 10 മിനിറ്റ് ആറാൻ വയ്ക്കണം. അതിന് ശേഷം നമ്മളൊരു ഉണങ്ങിയ പാത്രത്തിൽ
വെച്ചതിന് ശേഷം മൂടി കൊണ്ട് അടച്ചേക്കണം. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജാമാണ്. ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും.